നമസ്കാരം. എൻ്റെ മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. രാവിലെ വളരെ ഫ്ലാറ്റ് ആയിട്ട് ഓപ്പണായ മാർക്കറ്റ് ഇന്ന് 100 പോയിന്റ് പ്ലസിലിരിക്കുന്നു. ബാങ്ക് നിഫ്റ്റിയും അതേ ലെവലിൽ തന്നെ ഇരിക്കുന്നു. രാവിലെ ഫാർമയും ഐടിയും നെഗറ്റീവിൽ ഓപ്പണായി. മാർക്കറ്റിൻ്റെ പിന്നൊക്കെ കയറ്റിയും ഞാൻ പറയുമ്പോൾ ഇത് ഡെഡ് കാറ്റ് ബൗൺസ് ആണ്. തിരികെ ഇനി എപ്പോൾ വീഴും എന്നതാണ് ചോദ്യം. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിന് ലീവാണ്. 88.2 ഇന്ന് RBI ഡോളർ എടുത്തിരിക്കുന്നു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാകുമെന്ന് വെച്ചാൽ നാളെ പോകെ തന്നെ ഡെവലപ്മെൻറ്റ് ഇരിക്കും. സ്വർണത്തിൻ്റെ വില അമേരിക്കയിൽ 3500 ക്രോസായി പോയിക്കൊണ്ടിരിക്കുന്നു. അതായത് 3503 അതിന് മുമ്പ് കയറിയതിനെക്കാട്ടിലും 20 രൂപ കയറി 9725 പ്ലസ് GST എന്ന റേഞ്ചിലാണ് ഇപ്പോൾ ഇരിക്കുന്നു. കയറാൻ ചാൻസസ് ഇരിക്കുന്നു. ഇന്ന് അമേരിക്കയിൽ റേറ്റ് ഇന്ന് കുറഞ്ഞില്ല. 1800 വരെ അത് പോകും. പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്ത 5% ജമ്പ് വന്നു. വെറും GST മാത്രം ചേർത്താൽ തന്നെ 10,000 താണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു. അടുത്ത് GST ഇല്ലാതെ 10,000 ടച്ച് ചെയ്യാൻ പോകുന്നു. GST ഇല്ലാതെ 10,000 ടച്ച് ചെയ്തുവെങ്കിൽ ഈ 24 ക്യാരക്ടർ സ്റ്റാമ്പ് ചെയ്യണമെങ്കിൽ ആൽമോസ്റ്റ് 11,000 കഴിഞ്ഞ് പോവും. ഇതൊരു 3% GST, പിന്നെ 2% സ്റ്റാമ്പിംഗ് ചാർജ്. സ്വർണത്തിൻ്റെ വില ഡെഫിനറ്റായിട്ട് കയറും. ഇവിടെ ഇരുന്ന് ഒരു 12-15% വരെ കയറാൻ ചാൻസസ് ഇരിക്കുന്നു. സ്വർണം $4,000 ഒരു ഔൺസ് പോകും. സെൻട്രൽ ബാങ്ക്സ് വന്നിട്ട് ഗോൾഡിന് അഗ്രസീവായിട്ട് വാങ്ങുന്നു. ഏറ്റവും താഴെ വിടത്തില്ല. ഇത് എല്ലാം അമേരിക്കയിൽ റേറ്റ് കയറ്റുന്ന വിശ്വസിച്ച് വന്നതാണ്. ഇന്ന് രാവിലെ ട്രംപ് ഭാഗവതർ ഇനിയൊരു ബോൾ ഇട്ടിട്ടുണ്ട്. ട്രംപ് ഭാഗവതർ എന്ത് പറഞ്ഞിരിക്കുന്നു വെച്ചാൽ 200% ടാരിഫ് ഫാർമയിൽ ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ആൻറ്റിബയോട്ടിക്സ്, ആൻറ്റിവൈറൽസ് ആൻഡ് റെഗുലർ ഡ്രഗ്സിലൊക്കെ ഇരിക്കും. ഇതിൽ വന്നിട്ട് 90% മുകളിൽ അമേരിക്ക ഇമ്പോർട്ട് ചെയ്യുന്നു. ആൻഡ് ചീപ്പ് ജനറിക് ഡ്രഗ്സ് ഇരിക്കുന്നു. ഇതുകൊണ്ട് തന്നെ അവർക്ക് ട്രീറ്റ്മെൻറ്റേ ചെയ്യാൻ പറ്റുന്നു. 95% ഓഫ് ആൾ മെഡിസിൻ റിട്ടേൺ അമേരിക്ക വന്നിട്ട് ജനറിക്കാണ്. ഇതിൽ വന്നിട്ട് നിയർലി 6% ഓഫ് ഇന്ത്യൻ സെയിൽസ് വന്ന് അവിടെ ഇരിക്കുന്നു. അമേരിക്കയിൽ 6-8% മെഡിസിൻ സെയിൽസ് വന്ന് ഇന്ത്യയിലുള്ള മെഡിസിൻസ് ആണ്. നിറച്ച് ലോ മാർജിൻ ജനറിക് മാനുഫാക്ചർ ചെയ്യുന്നവർക്കൊക്കെ ഡിക്റ്റേറ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. എന്തെന്ന് വെച്ചാൽ ടാരിഫ് വന്നാൽ മാർജിന് ചേർക്കാൻ പറ്റത്തില്ല. 15% ടാരിഫ് വന്നാലേ അത് വന്നിട്ട് 15% കയറുമെന്ന് പറയുന്നു. ഇത് കാരണം അമേരിക്കയിൽ വന്നിട്ട് ഒരുപാട് പുഷ് ബാക്ക് ഇരിക്കും. അമേരിക്കയ്ക്ക് തിരികെ വന്ന് മാനുഫാക്ചറിങ് ചീപ്പാ ചെയ്യുന്നത് എന്നത് വളരെ കഷ്ടമാണ്. പക്ഷേ ഈ ടാരിഫ് വരാൻ 2 വർഷമാകും. ഇന്ത്യക്ക് തനിയായിട്ട് കാർ റോഡ് കൊടുത്തിരിക്കുന്നു. ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കലിന് ഡ്രഗ് ടാക്സ് ഇരിക്കത്തില്ല എന്ന് പറയുന്നു. എന്തെന്ന് വെച്ചാൽ അവർ എസൻഷ്യൽ ലൈഫ് സേവിങ് എക്യുപ്മെൻറ്റ്സ് ചെയ്യുന്നു. ഇത് തന്നെ രാവിലെ എല്ലാ വലിയ ഫാർമ സ്റ്റോക്സും 1% കറക്റ്റായിരുന്നു. തന്നെ ഇന്ന് വലിയൊരു ന്യൂസായിരുന്നു. മാർക്കറ്റിൽ ട്രംപ് ഇനിയൊരു ബോംബ് ഉരുട്ടുമോ എന്നതാണ് ന്യൂസ്. ട്രംപ് എന്ത് പറഞ്ഞിരിക്കുന്നു വെച്ചാൽ ഇന്ത്യ ഒരു ഡെഡ് എക്കോണമി, അവർ ഞങ്ങളടുത്ത് 0% ചെയ്തുതരാൻ ടാരിഫിനെ കുറിച്ച് ചോദിക്കുന്നു. പക്ഷെ ഞാൻ തന്നെ വേണ്ട പോകുമെന്ന് പറഞ്ഞു. എന്തെന്ന് വെച്ചാൽ അത് നിങ്ങൾ പോയ വർഷമേ തന്നിരിക്കണം. ഈ വർഷം തന്ന് എനിക്ക് എന്താണ് യൂസ് അങ്ങനെയെന്ന് പറയുന്നു. റെക്കോറിക് എന്ന് പറയും. അത് തന്നെ ഇത് ലാസ്റ്റായിട്ട് പിന്നെ ഇന്ത്യ ഒരുപാട് ബിസിനസ് അമേരിക്കയുടെ ഒപ്പം ചെയ്യുന്നു. ഞങ്ങൾക്ക് നിങ്ങളുടെ നിന്ന് ബിസിനസ് വരുന്നില്ല എന്ന് പറയുന്നു. അത് തന്നെ സത്യ പ്രോബ്ലം. അമേരിക്ക വിട്ട് നമ്മൾ വാങ്ങുന്നത് പോലെ ഒരു സാധനങ്ങളുമില്ല. എന്തെന്ന് വെച്ചാൽ നമുക്ക് മാക്സിമം പ്രോഡക്റ്റ് ചൈനയിൽ നിന്ന് വരുന്നു. അമേരിക്കയുടെ അടുത്ത് നിന്ന് നമ്മൾ ഡയറക്റ്റാണ് വാങ്ങുന്നത് വളരെ കുറവാണ്. ഗൂഗിൾ പോലത്തെ കമ്പനീസ് തന്നെ അവിടെ നിന്ന് വാങ്ങാൻ വരുന്നത്. അത് വളരെ ജോബ്സൊന്നും അവിടെ ക്രിയേറ്റ് ചെയ്യത്തില്ല. ഇത് കാരണം അവർ പ്രഷർ ഇടുന്നു. ഈ പ്രഷർ എങ്ങനെ തീരും എന്നറിയുന്നില്ല. ഇത് ലോങ് റണ്ണിൽ ഇരിക്കാം, ഇല്ലെങ്കിൽ കട്ടിപ്പിടിച്ച് അതായത് കട്ടിപ്പിടി വൈദ്യം ചെയ്ത് ചാൻസസ് ഇരിക്കുന്നു. ഈ സമയം പ്രഥമർ മോഡി അതുപോലെ ചെയ്യേണ്ട ഒരു ക്രിയേഷനിലല്ല. ഈ സമയം കൊണ്ട് അവർ ചൈനയോടൊപ്പം എങ്ങനെ കെട്ടിപ്പിടിക്കാമെന്ന് നോക്കിയിരിക്കുന്നു. കെട്ടിപ്പിടിക്കുന്ന സമയം JSW A1 ഇരുന്ന് A7 അതിനേക്ക് പോയി 4 ബാറ്ററി കമ്പനീസിൻ്റെ EV ബാറ്ററീസിനോടൊപ്പം ടൈപ്പ് ചെയ്യാൻ തേടിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഇരിക്കുന്ന സമയം ഈ ടൈപ്പിന് JSW തീർക്കും. JSW ദിനവും ഒരു സ്റ്റീൽ കമ്പനിയിലിരുന്ന് ഇന്ന് പറഞ്ഞ ആഷിലിരുന്ന് സിമെൻറ്റ് ചെയ്യാൻ തുടങ്ങി. അല്ലാതെ വേറെ പ്രോഡക്ട്സും ചെയ്യുന്നു.
അത് എന്ത് പ്രോബ്ലം എന്ന് വെച്ചാൽ എല്ലാം ഒന്ന് ലിവറേജ് ആണ്. അത് കാരണം ലിവറേജ് ഫ്രീ ആകാൻ വേണ്ടിയിട്ട് ലിവറേജ് ഫ്രീ ആയില്ലെങ്കിൽ ഇത് കുറച്ച് കഷ്ടമാവും. വേദാന്തയ്ക്ക് വന്നിട്ട് ഗവൺമെന്റിൽ നിന്ന് പുഷ് ബാക്ക് ഇരിക്കുന്നു. അവരെ മൈനിങ് എംപയറിനെ വെളിയിൽ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ ഭീമ ചെയ്യാനും പെർമിഷൻ കൊടുക്കുന്നില്ല. തന്നെ ഞാൻ പറയുന്നു, ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഫെയർവെൽ ഓഫറൻസ് ആണ്. ആ സർവൈവറിൽ ഡീമർജറാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഡീമർജർ വർക്കൗട്ട് ആയെങ്കിൽ അവർക്ക് സർവേ ആവാൻ പറ്റും. എന്തെന്ന് വെച്ചാൽ അവരുടെ പാരൻറ്റ് കമ്പനിയിൽ ലണ്ടനിൽ അവരെ പ്ലസിൽ ഒരുപാട് ലോൺ വാങ്ങിയിട്ടുണ്ട്. അത് റുപ്പിയിലും കയറുന്നു, വർക്കിംഗ് ക്യാപിറ്റലും കയറുന്നു. ഇത് വന്നിട്ട് വളരെ കഷ്ടമായ സമയമാണ്. വേദാന്തൻ്റെ ഓണറിന് അശോക് ലേലാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവർ പോയി ഒരു ബാറ്ററി മാനുഫാക്ചറിൻ്റെ ഒപ്പം ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇതും ചൈനയിലാണ്. ഒരു പ്ലാന്റും ഇടുമോ ഇല്ല, ബാറ്ററി മാത്രം തന്നെ സപ്ലൈ ചെയ്യുമോ എന്ന ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ക്ലിയർ ആയിട്ടില്ല. അശോക് ലേലാൻ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ജോയിൻറ്റ് വെഞ്ചറായി തന്നെ ഇരിക്കുമെന്ന് തോന്നുന്നു. ഇനി ബാറ്ററി വാങ്ങി ഇവിടെ എഫക്റ്റ് ചെയ്യണത് പോലെ ഇരിക്കത്തില്ല. ആഗസ്റ്റ് മാസം പാസഞ്ചർ സെയിൽ കുറഞ്ഞു. ഓവറാൾ 7% ഡൗൺ ആണ്. പക്ഷേ മോട്ടോർ സൈക്കിളിൻ്റെ സെയിൽസ് പ്രശ്നമില്ല, കൂട്ടേണ്ട സെയിൽസും പ്രശ്നമില്ല. പക്ഷെ പാസഞ്ചർ സെയിൽസിൻ്റെ 7 നിന്ന് 8% ഡൗൺ ആണ്. ഇതുവരെയ്ക്കും ഇത് 3 ഇയർ കൊടുത്ത ഫിഗേഴ്സാണ്. എല്ലാം ശരിയല്ല. മാരുതി 7.5% ഡൗൺ ആണ്. ചെറിയ ലെവലിൽ ചെയ്യുന്ന കാർസും കൂടെ സെയിൽസ് ഡൗണിലാണ് ഇരിക്കുന്നു. ആദ്യത്തെ പ്രാവശ്യമായിട്ട് ഒരു ലക്ഷറി കാറിൻ്റെ സെയിൽസും ഡൗൺ ആയിരിക്കുന്നു. ഈ ചേഞ്ചസിന് ഞാൻ അടുത്ത ആഴ്ച എക്സ്പെക്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഈ പോയ മൺഡേയില്ല, വരുന്ന മൺഡേക്ക് ഇവർ അനൗൺസ് ചെയ്യും എങ്ങനെയാണ് GST കട്ട് ചെയ്യുമെന്ന്. അത് അനൗൺസ് ചെയ്തില്ലെങ്കിൽ ഓട്ടോ സെയിൽസ് ഇന്നും ഡൗൺ ആകും. 2nd 3rd GST മീറ്റിംഗ് ഇരിക്കുന്നു. അതിൽ ഡിസൈഡ് ചെയ്തില്ല, ഇന്നും ഇളുക്കുമെങ്കിൽ നമ്മളിതിൽ അകപ്പെട്ടു പോകും. മാർക്കറ്റ് ആൻസൈറ്റി കാരണം ആരും ബൈയിങ് ഡിസിഷൻ എടുക്കുന്നില്ല. 2 മാസം ഇരുന്ന 50,000-60,000 രൂപ ഡിസ്കൗണ്ട് കിട്ടും എന്നുണ്ടെങ്കിൽ ആര് വേണമെങ്കിലും വെയിറ്റ് ചെയ്യും. ഈ മൺഡേ 2nd and 3rd മീറ്റിംഗ് അടുത്ത മൺഡേയുടെ അകത്ത് ഡിസൈഡ് ചെയ്യും. ഇത് തന്നെ ഇമ്പാക്റ്റ്. ബട്ട് ഇത് ഇന്നും ഇളുക്കുവാണെങ്കിൽ ആഗസ്റ്റ് ആൻഡ് സെപ്റ്റംബർ 2 മാസവും വെയിൽ കിടപ്പിലാകും. ഇതിനെ കവർ ചെയ്യുന്നത് വളരെ കഷ്ടമായ മെത്തേഡാണ്. നോവോ നോർഡിസ്ക് എന്ന കമ്പനി എന്ത് ക്ലെയിം ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ ട്രയൽ തന്നെ അവർ പറയുന്നു. വീഗോവീര സെമി ഗ്ലൂറ്റഡ് പ്രോഡക്റ്റിനെ കുറിച്ച് ഹാർട്ട് ട്രീറ്റ്മെൻറ്റിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടിരിക്കും. ഓപ്പൺ ക്ലിനിക്കൽ ടയറിൽ ആരൊക്കെ ഇതിനെ യൂസ് ചെയ്തോ അവർക്ക് റിസ്ക് ഓഫ് ഹാർട്ട് ഡിസീസ് 57% കുറഞ്ഞിരിക്കുന്നു. അതേസമയം മഞ്ചോറോയുടെ പ്രോഡക്റ്റിൽ കുറഞ്ഞില്ല എന്ന് പബ്ലിക് അവൈലബിലിറ്റി ഡേറ്റ പറഞ്ഞിട്ടുണ്ട്. ഇത് കാരണം ഇവർ സെയിൽസ് കുറച്ച് കയറാൻ ചാൻസസ് ഇരിക്കുന്നു. ഇവരെന്ത് പറയുന്നു വെച്ചാൽ ട്രഫിസൈറ്റ് എന്ന് പറയുന്ന ഇന്നർ മെഡിസിൻ വന്ന് ലില്ലി യൂസ് ചെയ്യുന്നു. ആ ഇമ്പാക്റ്റ് അവർക്ക് കിട്ടുന്നില്ല. ആ ഇമ്പാക്റ്റ് കിട്ടിയെന്ന് അനൗൺസ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഓവറോളായിട്ട് വീഗോവീര സെയിൽസ് തിരികെ ഇമ്പ്രൂവ് ചെയ്യാൻ ചാൻസ് ഇരിക്കുന്നു. ഈ ഇമ്പ്രൂവ്മെൻറ്റ് കാരണം വീഗോവി ഷെയർസ് വിളുന്നിരിക്കുന്നു. റിക്കവറി ആകുമെന്ന് വിചാരിക്കേണ്ട. എന്തെന്ന് വെച്ചാൽ മാർക്കറ്റ് വന്നിട്ട് ഇനിയും ടൈറ്റായിട്ട് പോകും. സൗദി ഓയിൽ കമ്പനിയും റാംകോ എന്ന് പറയുന്ന ഇറാഖ് ഓയിൽ കമ്പനിയും രാസൻ സോഫ്റ്റ് ഓയിൽ തരത്തിലാണ് പറഞ്ഞിരിക്കുന്നു. എന്തെന്ന് വെച്ചാൽ അവർ റഷ്യൻ ഓയിൽ യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നു. രാസൻ സോഫ്റ്റ് റഷ്യൻ ഗവൺമെൻറ് കമ്പനി തന്നെ. അവർ റഷ്യൻ കോഡ് യൂസ് ചെയ്ത് തന്നെ ഈ റെഫിനറി നടത്തുന്നു. അതുപോലെ തന്നെ റിലയൻസിന് ഒരു അടി. ഇന്ന് ഇവരെന്ന് വെച്ചാൽ നാളെ അവർ ആകും ഇങ്ങനെ. കാരണം സൗദി ഇൻവെസ്റ്റ്മെൻറ്റ് പോർഷൻ ഗോൾഡിൻ്റെ കൂടെ ചെയർമാൻ വന്നിട്ട് ഇവരെ ബോർഡിലെ മാറ്റി വെച്ചിരിക്കുന്നു. എന്തെങ്കിലും പ്രോബ്ലം വന്നുവെങ്കിൽ സ്മൂത്തൻ ചെയ്യാം മുകേഷ് അംബാനി. മുകേഷ് അംബാനിയുടെ പിള്ളേർ 3 പേര് സംസാരിച്ചായിരുന്നു. ഓൾ ഡെക്സ് ആൻഡ് ലേൺസ് എന്ന് പറഞ്ഞായിരുന്നു. ഈ ടർബുലൻ്റ് ആയ കാരണം അനന്ത് അംബാനി ഈ വർഷം IPO ഇടണം, ഇല്ലെങ്കിൽ അടുത്ത കൊല്ലം IPO ഇടുമെന്ന് പറയുന്നു. ലാസ്റ്റ് ചെറുക്കൻ വന്നിട്ട് സോളാർ ആൻഡ് വിൻഡ് ഡെവലപ്പ് ചെയ്യും. അതുപോലെ തന്നെ റിലയൻസ് ജിയോയ്ക്ക് ആവശ്യമുള്ള ഇൻ്റർനെറ്റ് സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നു എന്ന് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അനന്ത് അംബാനിയാണ് അവർ വന്നിട്ട് അടുത്ത കൊല്ലം ഇടും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഇൻക്ലൂഡിങ് ഗൂഗിൾ, മെറ്റ,
ഇവരൊക്കെ കാശിനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഈ ലിസ്റ്റിംഗ് വന്നിട്ട് വളരെ നല്ല ഒരു എക്സിറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇരിക്കും. ഫ്യൂ ആൻഡ് അതർ ഹൈ സ്റ്റൈൽ ബ്രാൻഡ്സിന് സ്റ്റോക്ക് കുറഞ്ഞു പോയിരിക്കുന്നു ടഫ് സീസണിൽ. എന്ന് വെച്ചാൽ ബംഗ്ലാദേശിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഇന്ത്യ ഇവിടെ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഇമ്പോർട്ടിനെ ബൈ റോഡ് ഗവൺമെൻറ് എടുത്തായിരുന്നു. 2 സീ പോർട്ട് മൂലം തന്നെ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു. കാരണം എക്സ്ട്രാ 2 ആഴ്ച സപ്ലൈ ഡിലേ ആകും. കാരണം സുഡിയോ ആൻഡ് അതർ ബ്രാൻഡ്സിൽ സ്റ്റോക്ക് കുറയും എന്നൊരു സ്പെക്യുലേഷൻ ഇരിക്കുന്നു. ഈ കാര്യം ഇന്ത്യയിൽ ദിവാലി സീസണിന് ഇമ്പാക്റ്റ് ചെയ്യും എന്നറിയത്തില്ല. GST റിട്ടേണിങ് വന്നിട്ട് ഓവറോളായിട്ട് ഒരുപാട് ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്നു. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പർച്ചേസസിനെ പോസ്റ്റ്പോൺ ചെയ്യുന്നു. പട്ടാസ് ലിസ്റ്റിലിരിക്കുന്ന സ്റ്റോക്സിനെ കൺസിഡർ ചെയ്യാം. ഇന്ന് രാവിലെ മാർക്കറ്റ് ലോ ആയിരുന്നു. സമയം കിട്ടുമ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. നന്ദി, നമസ്കാരം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുമെങ്കിൽ ബെൽ നോട്ടിഫിക്കേഷനെ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അയച്ചാൽ അവരെയും നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം.